ബാങ്ക് അക്കൗണ്ടും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ATM കാർഡും ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഒരുപക്ഷെ മുൻപെല്ലാം ബാങ്കുകൾ നമ്മളോട് പറയാതെ വെച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ATM കാർഡ് വഴി നമുക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് 5 ലക്ഷം രൂപ വരെ ഒരു വ്യക്തിക്ക് കവറേജ് ലഭിക്കുന്ന ഇത്തരം പദ്ധതികൾ ATM കാർഡ് കൈവശമുള്ള അത് ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്നതാണ്. നമുക്കെല്ലാം ATM കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രോഷർ കൂടി ഇതിൻ്റെയോടൊപ്പം കാണും. പക്ഷേ ഈ ബ്രോഷറൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നതിന് നമ്മൾ സമയം കണ്ടെത്താറില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാകുന്നത്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള ATM കാർഡ് വഴി എങ്ങനെ ഈ ആനുകൂല്യങ്ങൾ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം? ഈ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട, അതോടൊപ്പം തന്നെ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്യുക. എങ്കിൽ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഇന്നത്തെ കാലത്ത് ATM കാർഡ് ഉപയോഗിക്കാത്തവർ ചുരുക്കമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജനയും റുപേ കാർഡും പ്രചാരത്തിലായതോടെ ATM സർവ്വസാധാരണമായി. ATMകൾ ഇപ്പോൾ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇത് പണത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക മാത്രമല്ല, പണം സുരക്ഷിതമാക്കുകയും ഇടപാടുകൾ എളുപ്പമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അതിന് കാശ് കയ്യിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ATM കാർഡ് ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ വേഗത്തിൽ നടത്താം. കൂടാതെ ATM കാർഡ് ഉപയോക്താക്കൾക്ക് വേറെയും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ പലർക്കും കാശ് കൈമാറ്റം ചെയ്യുന്നതിനപ്പുറം ATMൽ നിന്ന് ലഭിക്കുന്ന സൗജന്യ സേവനങ്ങളെപ്പറ്റി അറിയില്ല. ATM കാർഡ് ഉപയോഗിച്ച് ലഭ്യമാകുന്ന സേവനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗജന്യ ഇൻഷുറൻസ് ആണ്. അതായത് ATM കാർഡ് ഇൻഷുറൻസ്. ബാങ്ക് ഒരു ഉപയോക്താവിന് ATM കാർഡ് നൽകിയാലുടൻ ഉപയോക്താവിന് ആക്സിഡന്റൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ലഭ്യമാകും. എന്നാൽ ഇതേക്കുറിച്ച് വിവരമില്ലാത്തതിനാൽ ചുരുക്കം ചിലർക്ക് മാത്രമേ ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാകുന്നുള്ളൂ. ജനങ്ങളിലെ സാമ്പത്തിക സാക്ഷരതയില്ലായ്മയാണ് ഇതിനുള്ള ഒരു പ്രധാന കാരണം. ഗ്രാമത്തിലെ ജനങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാം. വിദ്യാസമ്പന്നരായ നഗരവാസികൾ പോലും ATMുമായി ബന്ധപ്പെട്ട നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് സങ്കടകരം. ATMകൾ വഴി ലഭിക്കുന്ന ഇൻഷുറൻസിനെ കുറിച്ച് ബാങ്കുകളും ഉപഭോക്താക്കളെ അറിയിക്കുന്നില്ലെന്നാണ് വാസ്തവം. ഒരു വ്യക്തി ദേശസാൽകൃതമോ അല്ലാത്തതോ ആയ ബാങ്കുകളുടെ ATM കുറഞ്ഞത് 45 ദിവസമെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ATM കാർഡിനൊപ്പം വരുന്ന ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ അയാൾക്ക് അർഹതയുണ്ട്. ബാങ്കുകൾ ഉപയോക്താക്കൾക്ക് വിവിധ തരത്തിലുള്ള ATM കാർഡുകൾ നൽകുന്നു. ATM കാർഡിന്റെ കാറ്റഗറി അനുസരിച്ചാണ് അതിൽ വരുന്ന ഇൻഷുറൻസ് തുക നിശ്ചയിക്കുന്നത്. ക്ലാസിക് കാർഡിന് 1 ലക്ഷം രൂപയും പ്ലാറ്റിനം കാർഡിന് 2 ലക്ഷം രൂപയും സാധാരണ മാസ്റ്റർ കാർഡിന് 1/2 ലക്ഷം രൂപയും പ്ലാറ്റിനം, മാസ്റ്റർ കാർഡ്, വിസ കാർഡ് ഉപഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപ വരെയും ഇൻഷുറൻസ് കവറേജ് ലഭ്യമാകും. പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ ഓപ്പൺ അക്കൗണ്ടുകളിൽ ലഭ്യമായ റുപേ കാർഡ് ഉപയോക്താക്കൾക്ക് 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കും. ATM കാർഡ് ഉടമ അപകടത്തിൽപ്പെട്ട് ഒരു കൈക്കോ കാലിനോ പരിക്കേൽക്കുകയാണെങ്കിൽ അയാൾക്ക് 1/2 ലക്ഷം രൂപയുടെ കവറേജ്. അതുപോലെ 2 കൈകളും 2 കാലുകളും നഷ്ടപ്പെട്ടാൽ 1 ലക്ഷം രൂപയുടെ കവറേജ്. മരണപ്പെട്ടാൽ കാർഡ് അനുസരിച്ച് 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ലഭിക്കും. ATM കാർഡിനൊപ്പം ലഭ്യമായ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് കാർഡ് ഉടമയുടെ നോമിനി ബന്ധപ്പെട്ട ബാങ്കിൽ അപേക്ഷിക്കണം. ബാങ്കിൽ FIRന്റെ പകർപ്പ്, ആശുപത്രിയിലെ ചികിത്സയുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ സമർപ്പിച്ചാൽ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കും. മരണം സംഭവിച്ചാൽ കാർഡ് ഉടമയുടെ നോമിനി മരണ സർട്ടിഫിക്കറ്റ്, FIR പകർപ്പ്, ആശ്രിത സർട്ടിഫിക്കറ്റ്, മരിച്ചയാളുടെ സർട്ടിഫിക്കറ്റിന്റെ അസൽ പകർപ്പ് തുടങ്ങിയവയും സമർപ്പിക്കണം. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ലഭിക്കാൻ മീഡിയ കമ്പാനിയന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.